ബഹവൽപൂർ എന്ന സ്ഥലപ്പേര് കേൾക്കുമ്പോൾ ഇന്നും എനിക്ക് ഭയമാണ്. കാരണം ആ സ്ഥലത്തെ പാകിസ്ഥാൻ എങ്ങനെ ഭീകരതയുടെ കേന്ദ്രമാക്കി മാറ്റിയെന്നത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഡാനിയും ഉണ്ടായിരുന്നു. ഡാനിയൽ പേൾ, അതെ, ഭീകരരാൽ തലയെറിക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ. എന്തായിരുന്നു ഡാനി ചെയ്ത കുറ്റം? ബഹവൽപൂരിലെ ഓരോ തെരുവും ഭീകരതയുടെ കേന്ദ്രമായി മാറിയെന്ന വാർത്ത ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പാകിസ്ഥാൻ വെള്ളവും വളവും നൽകി ഭീകരതയെ പോഷിപ്പിക്കുന്നുവെന്ന വാസ്തവം മടിക്കാതെ ലോകത്തെ അറിയിച്ചു. അവരുടെ തീവ്രവാദമാണ് പാകിസ്ഥാനെ നശിപ്പിച്ചത്. സോവിയറ്റുകളെ നേരിടാൻ 80കളിൽ മുജാഹിദീനുകളെ സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ കുറ്റപ്പെടുത്തുവാനും സാധിക്കില്ല. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് കശ്മീർ പിടിച്ചെടുക്കുവാനുള്ള തന്ത്രമല്ല, മറിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള തങ്ങളുടെ പോരാട്ടമാണ്. രാജ്യങ്ങളും ജനങ്ങളും തീവ്രവാദത്തെ തള്ളിപ്പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതാണ് വിഖ്യാത ഇന്ത്യൻ അമേരിക്കൻ മാധ്യമപ്രവർത്തക അസ്ര നൊമാനി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ച വാക്കുകൾ. ഭീകരത നിശബ്ദമാക്കിയ തൂലികകൾ പറയുമ്പോൾ ഡാനിയൽ പേളിനെ ഓർക്കാതെ തരമില്ല. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭീകരവിരുദ്ധ പോരാട്ടവും. അബ്ദുൾ റൌഫ് അസറിൻ്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ഡാനിയൽ പേൾ മൗനമാക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ നേർചിത്രമായി നിലകൊള്ളുന്നു. തൻ്റെ സഹപ്രവർത്തകനെ ഓർക്കുമ്പോൾ നൊമാനിയുടെ ചിന്തകൾ 2002 ജനുവരി 23 പോയിട്ടുണ്ടാകും. ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ട വേദനയല്ല അവരുടെ വാക്കുകളിൽ തെളിയുന്നത്, മറിച്ച് തീവ്രവാദത്തിനെതിരെയുള്ള സാധാരണക്കാരുടെ മുറവിളിയാണ്. ഡാനിയൽ പേളിൻ്റെ ആത്മാവ് ഇപ്പോൾ നിശബ്ദമായി നീതി നിശ്വസിക്കുന്നുണ്ടാവും. തീവ്രവാദത്തിനെതിരെയുള്ള തൻ്റെ ജീവത്യാഗം ഫലം കണ്ടത്. ആരായിരുന്നു ഡാനിയൽ പേൾ? 1963 ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റണിൽ ജൂതവംശജരായ ജൂഡിയ പേളിൻ്റെയും റൂത്ത് പേളിൻ്റെയും മകനായി ഡാനിയൽ പേൾ ജനിച്ചു. നോർത്ത് ആഡംസ് ട്രാൻസ്ക്രിപ്റ്റിൽ മാധ്യമപ്രവർത്തനം ആരംഭിച്ചതു മുതൽ അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിലും പേൾ മുൻപന്തിയിലായിരുന്നു. പിന്നീട് അമേരിക്കൻ മാധ്യമ സ്ഥാപനമായ വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ തെക്ക് കിഴക്കൻ ഏഷ്യൻ ബ്യൂറോയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത പേൾ ഭീകരരുടെ കണ്ണിലെ കരടായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതു മുതൽ പേളും കുടുംബവും മുംബൈയിലേക്ക് താമസം മാറ്റി. ലോകത്തെ നടുക്കിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെ തുടർന്ന് അമേരിക്ക അൽ ഖ്വയ്ദയ്ക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും ഏർപ്പെടുത്തിയ നിരോധനത്തിൻ്റെ മുന്നണി പോരാളിയായി പേൾ മാറിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ആരംഭിച്ച വാർ ഓൺ ടെറർ എന്ന പ്രചരണം റിപ്പോർട്ട് ചെയ്യുന്നതിനായി പേളും സംഘവും 2001 അവസാനത്തോടെ പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോയി. ഇതിനിടെ 2002 ജനുവരി 23 എന്ന ദിവസം വന്നെത്തി. ഷൂ ബോംബർ എന്ന പേരിൽ അറിയപ്പെട്ട റിച്ചർഡ് റീഡിനെ പറ്റിയുള്ള വിവരങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലൂടെ നൽകാമെന്ന പേരിൽ ലഭിച്ച സന്ദേശം ഭീകരർ വിളിച്ച മരണവലയാണെന്ന് പേൾ തിരിച്ചറിഞ്ഞില്ല. അൽ ഖ്വയ്ദ ഭീകരർ കറാച്ചിയിലെ വ്യവസായി സൗദ് മേമൻ്റെ ഉടമസ്ഥതയിലുള്ള സേഫ് ഹൗസിൽ പേളിനെ കസ്റ്റഡിയിലെടുത്തു. പേൾ ഒരു അമേരിക്കൻ ചാരനാണെന്ന് ഉറച്ചു വിശ്വസിച്ച തീവ്രവാദികൾ ഒരു ഹോട്ട്മെയിൽ വിലാസം ഉപയോഗിച്ച് എല്ലാ പാകിസ്ഥാൻ തീവ്രവാദ തടവുകാരെ മോചിപ്പിക്കുക, നിർത്തിവെച്ചിരിക്കുന്ന F-16 യുദ്ധവിമാനങ്ങളുടെ US കയറ്റുമതി പാകിസ്ഥാൻ സർക്കാരിന് വിട്ടുകൊടുക്കുക എന്നിവയുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അമേരിക്കയ്ക്ക് അയച്ചു. അവർ പുറത്തുവിട്ട ചിത്രങ്ങളിൽ കൈവിലങ്ങുകൾ അണിയിച്ച പേളിനെയും ബന്ദിയാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ തലയിൽ തോക്കു ചൂണ്ടി നിൽക്കുന്ന ഭീകരരെയുമാണ് കണ്ടത്. 9 ദിവസങ്ങൾക്ക് ശേഷം ഭീകരർ പേളിനെ ശിരച്ഛേദം ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം 2002 മെയ് 16 പേളിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കറാച്ചിയിൽ നിന്ന് ഏകദേശം 30 മൈൽ വടക്കുള്ള ഗഡാപ്പിലെ കുഴിമാടത്തിൽ 10 കഷണങ്ങളായി മുറിച്ച് ഒരു ജാക്കറ്റിനൊപ്പം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പാകിസ്ഥാനി മനുഷ്യാവകാശ പ്രവർത്തകനായ അബ്ദുൽ സത്താർ ഇവ ഏറ്റുവാങ്ങി അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവന്ന് ലോസ് ആഞ്ചലസിലെ സീനായ് മെമ്മോറിയൽ പാർക്ക് സെമിത്തേരിയിൽ സംസ്കരിച്ചു. കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസറിന് ഡാനിയൽ പേളുമായുള്ള ബന്ധം എന്ത്? പേളിൻ്റെ വധത്തിൽ അസറിന് നേരിട്ട് പങ്കില്ലെങ്കിലും പരോക്ഷമായി പ്രധാന ബന്ധം പുലർത്തുന്നു. 1999 ഡിസംബറിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം IC-814 ഹൈജാക്ക് ചെയ്തതിൻ്റെ സൂത്രധാരൻ അസറായിരുന്നു. യാത്രക്കാരെ മോചിപ്പിക്കുവാൻ ഭീകരർ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് മൗലാന മസൂദ് അസർ, ബ്രിട്ടീഷ് വംശജനായ തീവ്രവാദി അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് തുടങ്ങിയവരെ മോചിപ്പിക്കുക എന്നതായിരുന്നു. ഡാനിയൽ പേളിൻ്റെ വധത്തിന് നേതൃത്വം നൽകിയത് ഈ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് ആയിരുന്നു. Very delighted that the issues of my son has come to the attention of the media and the general public, because it has been almost forgotten
And what was forgotten is the fact that the people responsible for his murder have not been brought to justice. So I'm glad that at least the person who was indirectly connected with his abduction was killed. I'm not sure that he was killed actually. I haven't seen any confirmation from the Pakistani side that Azhar was killed. But I trust the Indian intelligence to verify that. IC-814 വിമാന റാഞ്ചലിന് അസർ നേരിട്ട് നേതൃത്വം നൽകിയത് ഷെയ്ഖിൻ്റെ മോചനത്തിന് സഹായമായി. അതുവഴി ഡാനിയൽ പേളിൻ്റെ വധവും. ഡാനിയൽ പേളിനെ കൊലപ്പെടുത്തിയ കേസിൽ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖിനും മറ്റു 3 പ്രതികൾക്കുമെതിരെ 2002 മാർച്ച് 21 കുറ്റം ചുമത്തി. 2002 ജൂലൈ 15 അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഷെയ്ഖിന് വധശിക്ഷ വിധിച്ചു. എന്നാൽ 2020 ഏപ്രിലിൽ സിന്ധ് ഹൈക്കോടതി ഷെയ്ഖിനെയും കൂട്ടാളികളെയും കൊലപാതക കുറ്റത്തിന് കുറ്റവിമുക്തരാക്കി തട്ടിക്കൊണ്ടുപോകലിന് മാത്രം 7 വർഷത്തെ തടവായി കുറച്ചു. അമേരിക്കൻ ആക്ടിവിസ്റ്റ് എയ്മി മെക് സാമൂഹിക മാധ്യമമായ എക്സിൽ രേഖപ്പെടുത്തിയ വാക്കുകൾ: അമേരിക്കൻ പത്രപ്രവർത്തകൻ ഡാനിയൽ പേളിൻ്റെ ക്രൂരമായ കൊലപാതകത്തിന് ഇന്ത്യ നീതി നടപ്പാക്കി. പേളിനെ തട്ടിക്കൊണ്ടുപോയി നിഷ്ഠൂരമായ വകവരുത്തിയ ജയ്ഷ് ഇ മുഹമ്മദ് സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് അസറിനെ അവർ ഇല്ലാതാക്കി. അബ്ദുൾ റൌഫ് അസർ വെറുമൊരു തീവ്രവാദിയല്ല. ജയ്ഷ് ഇ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിൻ്റെ സഹോദരനും ലോകം വിറങ്ങലിച്ച നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനുമാണ്. ഡാനിയൽ പേളിനെ കൊലപ്പെടുത്താൻ അയാൾ ഗൂഢാലോചന നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയെ തച്ചുടച്ചു. ജയ്ഷ് ഇ മുഹമ്മദ് ശക്തി കേന്ദ്രങ്ങളെ ആക്രമിച്ചു. വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പേളിൻ്റെ കൊലപാതകം പാകിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിൻ്റെയും ആഗോള ഭീകര ശൃംഖലകളുമായുള്ള ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒന്നായിരുന്നു. അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖിനെയും ജയ്ഷ് ഇ മുഹമ്മദിനെയും പോലെയുള്ള ഭീകര സംഘടനകളെ സംരക്ഷിച്ചും പ്രോത്സാഹിപ്പിച്ചും വന്ന പാകിസ്ഥാനിലെ സംവിധാനവും പേളിൻ്റെ മരണത്തിൽ ഭാഗികമായി ഉത്തരവാദിത്തം വഹിക്കുന്നു. അബ്ദുൾ റൌഫ് അസറിൻ്റെ നിലനിൽപ്പ് തീവ്രവാദികളുടെ അമിത വിശ്വാസത്തിൻ്റെയും നിരന്തര ഭീഷണിയുടെയും പ്രതീകമായിരുന്നു. അയാളുടെ മരണം പേളിനെയും അദ്ദേഹത്തെ പോലെ ജീവത്യാഗം ചെയ്ത അനേകർക്കുമുള്ള നീതിക്ക് വഴി തുറക്കും. ഭീകരതയ്ക്കെതിരെ ശക്തമായ അന്തർദേശീയ പ്രതിരോധം വളരുന്നതിൻ്റെ സൂചനയായും ഈ ആക്രമണത്തെ കാണാം. ഡാനിയൽ പേൾ, ഇനി നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. മരണം കൊണ്ട് നിങ്ങൾ എഴുതിയ ഭീകരതയുടെ നേർചിത്രത്തിന് ഭാഗികമായി നീതി നടപ്പാകുമ്പോൾ ലോകം സന്തോഷിക്കുന്നു. മാധ്യമപ്രവർത്തകർ അഭിമാനിക്കുന്നു. നിങ്ങൾ ഒരു പ്രത്യാശയാണ്, ഒരു തിരുനാളമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പേക്കൂത്തുകൾ നടത്തുന്നവർക്കല്ല, മറിച്ച് നേരും നെറിയുമുള്ള അന്തസ്സുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്ന ഓരോരുത്തർക്കും നിങ്ങളിന്ന് ഉയർന്നു നിൽക്കുന്ന താരകമാണ്. മരണമാണ് നേരന്വേഷണങ്ങൾക്ക് വിധിയെങ്കിൽ ഇനിയും 1000 ഡാനിയൽ പേളുകൾ ഉണ്ടാവാം.